തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDFന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നൽകിയത്. LDF വിരുദ്ധ വികാരം ശക്തമായി പ്രകടമാകുന്ന ഫലമാണ് എല്ലായിടത്തു നിന്നും വന്നത്. ഇടതിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്ന് ഉറക്കെ പറയുന്ന മുന്നേറ്റമാണ് BJPയും UDFും നടത്തിയത്. മിന്നും ജയത്തോടെ 4 കോർപ്പറേഷനുകളിലാണ് UDF ഭരണമുറപ്പിച്ചത്. മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലും UDF തന്നെയാണ് മുന്നിൽ. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതു കോട്ട തകർത്താണ് 50 സീറ്റുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. ഇടതുഭരണ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായുണ്ടെങ്കിലും കാലാകാലങ്ങളായി കൈപ്പിടിയിലുണ്ടായിരുന്ന നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ അമ്പരപ്പ് LDF കേന്ദ്രങ്ങളിലുണ്ട്. കാരണമെന്തെന്ന് തിരിച്ചും മറിച്ചും വ്യാഖ്യാനങ്ങളുമായി നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ നിന്ന് അകന്നു പ്രവർത്തിച്ചതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണിതെന്ന് ഇടതിന് നല്ല വ്യക്തതയുണ്ട്. പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ക്ഷേമ പെൻഷനും മറ്റും വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ച തങ്ങൾക്കെതിരായി വോട്ടു ചെയ്തെന്ന MM മണിയുടെ പ്രതികരണം വിവാദമായിരിക്കുകയാണ്. ജനങ്ങളെയും വോട്ടർമാരെയും അപമാനിക്കുന്ന തരത്തിലുള്ള മണിയുടെ വാക്കുകൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ്. വോട്ട് ലഭിക്കാത്തതിലുള്ള അമർഷവും നിരാശയും പൊതുജനങ്ങൾക്കുമേൽ പഴിചാരി രക്ഷപ്പെടാനാണ് മണിയെപ്പോലുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്. ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒരു സർക്കാർ കൊടുക്കുന്ന ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ഇത്തരം നേതാക്കളിൽ നിന്നുണ്ടാകുന്നില്ല എന്നത് ലജ്ജാകരമാണ്. വിവാദ പരാമർശത്തിൽ MM മണിയെ തള്ളി വിവിധ മുന്നണികളിൽ നിന്നുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും UDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDF നേട്ടമുണ്ടാക്കിയത്. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 UDFും 1 LDFും 1 NTA നേട്ടമുണ്ടാക്കിയത്. പഞ്ചായത്തിലും UDF തന്നെ കരുത്തുകാട്ടി. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF 78, LDF 64 എന്നിങ്ങനെയാണ് മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം നേടി ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചു. 50 സീറ്റ് നേടിയ NTAക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരാളുടെ കൂടി പിന്തുണ മതി. 29 ഡിവിഷനിൽ LDF വിജയിച്ചപ്പോൾ 19 UDFും വിജയിച്ചു. 2 സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിജയം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരമേ നന്ദി. കോർപ്പറേഷനിൽ BJP NTA സഖ്യത്തിന് ലഭിച്ച വിജയം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഇടതുകോട്ടയായ മുട്ടട വാർഡിൽ നിന്നാണ് വിജയിച്ചത്. 24-കാരിയായ വൈഷ്ണ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 397 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിളക്കമാർന്ന വിജയം നേടിയത്. കൊല്ലം നഗരസഭയിൽ ആകെയുള്ള 56 സീറ്റിൽ 27 സീറ്റുകൾ നേടി UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 29 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിൽ ഭരണത്തിലെത്താൻ വേണ്ടത്. വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലം കോർപ്പറേഷനിൽ UDF വിജയത്തിലേക്ക് എത്തുന്നത്. UDF തരംഗത്തിൽ ആലപ്പുഴയിലെ ഇടതുകോട്ടയ്ക്കും വിള്ളലുണ്ടായി. 6 മുനിസിപ്പാലിറ്റികളിൽ 5ഉം UDF പിടിച്ചെടുത്തു. LDF കുത്തകയായിരുന്ന പഞ്ചായത്തുകൾ പലതും UDF സ്വന്തമാക്കി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും വൻ തിരിച്ചുവരവാണ് UDF നടത്തിയത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വ്യക്തമായ പ്രാതിനിധ്യം കോൺഗ്രസ് നേടി. ആം ആദ്മി 2020 ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിച്ച പരീക്ഷണങ്ങൾ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇവിടങ്ങളിൽ കാണാനായത്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയുടെ വാർഡിൽ UDFന് വിജയം. പാലാ നഗരസഭ 22-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി രജിത പ്രകാശാണ് വിജയിച്ചത്. രജിത 287 വോട്ടും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 232 വോട്ടും ലഭിച്ചു. ജോസ് കെ മാണിയും മകനും നേരിട്ട് പ്രചാരണം നടത്തിയ വാർഡ് കൂടിയാണിത്. കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണിയിൽ നിന്നും UDF ഭരണം തിരിച്ചുപിടിച്ചു. കൊച്ചിയിൽ 47 സീറ്റാണ് UDF നേടിയത്. LDF 22ഉം NTA 6 സീറ്റും നേടി. ഒരു സ്വതന്ത്രനും വിജയിച്ചു. തൃശൂരിൽ 33 സീറ്റിലാണ് UDF വിജയിച്ചത്. 13 സീറ്റിൽ LDFും 8 ഡിവിഷനുകളിൽ NDAയും വിജയിച്ചു. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP. കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും ഭരണം നേടാൻ ഇനിയും കടമ്പകളുണ്ട്.
കഴിഞ്ഞ തവണ 5 കോർപ്പറേഷനുകൾ ഭരിച്ച LDFന് ഇക്കുറി കോഴിക്കോട്ട് മാത്രമാണ് ഏറ്റവും വലിയ കക്ഷിയാവാനായത്. മറ്റു കോർപ്പറേഷനുകളിൽ തിരിച്ചടി നേരിടുമ്പോഴും ഇടതുപക്ഷത്തിന് ആശ്വാസമാവുകയാണ് കോഴിക്കോട്. 34 ഡിവിഷനുകളിലാണ് ഇടതുപക്ഷം വിജയിച്ചത്. UDF 26 NDA 13 മറ്റുള്ളവർ 3 ഡിവിഷനിലും വിജയിച്ചു. കണ്ണൂരിൽ അധികാരം നിലനിർത്തുകയും ചെയ്തു. കണ്ണൂരിൽ UDF 36, LDF 15, NDA 4, മറ്റുള്ളവർ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കേരളത്തിലെ ജനങ്ങൾക്ക് സല്യൂട്ട് എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഈ ഫലം കോൺഗ്രസിൽ വളർന്നുവരുന്ന ആത്മവിശ്വാസത്തിന്റെ വ്യക്തമായ സൂചനയാണ്. നിർണായകവും ശക്തവുമായ ജനവിധിയാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിജയത്തിന് കാരണം ടീം UDF എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCC ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. നിരവധി വിവാദങ്ങളിലൂടെ പാർട്ടി കടന്നുപോകുമ്പോഴും കൃത്യമായ പ്രചാരണം നടത്താൻ കോൺഗ്രസിന് സാധിച്ചുവെന്നത് വിജയത്തിന്റെ പ്രധാന ഘടകമാണ്. കേരളത്തിൽ അധികാരമാറ്റത്തിന് ജനം ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാവുന്ന ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ പോലും സീറ്റുകൾ നഷ്ടമായ ഇടതുപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിരോധത്തിലാവുമെന്ന് വ്യക്തമാണ്. തിരുത്തി മുന്നോട്ടു പോകുമെന്ന് ഇടതു നേതാക്കൾ പ്രതികരിച്ചപ്പോൾ കേരളത്തിലെ അധികാരമാറ്റത്തിന് കോൺഗ്രസ് മുന്നൊരുക്കം നടത്തിയെന്ന് വ്യക്തമാക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഈ മിന്നും വിജയം.